ഈശോ മിശിഹായിൽ ഏറ്റവും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അമ്മാവന്മാർക്കും പാപ്പന്മാർക്കും സുഖമാണോ? നീ എപ്പോഴാണ് പാപ്പനായി? ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുകയാണ്. നമ്മുടെ ഇന്നത്തെ ദൈവവചന വായനകൾ 4 ഉണ്ടായിരുന്നു, അല്ലേ? ശ്രദ്ധിച്ചിരുന്നോ? 4 ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഇത് എന്തിനെ കുറിച്ചായിരുന്നു? ഏകദേശം ഒരു ധാരണ പെട്ടകത്തെ കുറിച്ചാണ്. പെട്ടകം. രണ്ടാമത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയോ? പരിചയമില്ലാതെ കിട്ടാൻ വേണ്ടിയില്ല. അത് ഉത്തമഗീതത്തിൽ നിന്നുള്ള ഒരു വായനയായിരുന്നു, സഭയെ കുറിച്ചുള്ള വർണ്ണനയാണ്. ഇനി മൂന്നാമത്തെ വായന എന്തായിരുന്നു? ചിലപ്പോൾ കിട്ടിക്കാണും. വെളിപാട് പുസ്തകത്തിൽ വായനയായിരുന്നു. 4ാമത്തേത് കർത്താവ് വെള്ളത്തിന് മുകളിൽ നടത്തി യോഹന്നാന്റെ സുവിശേഷത്തിൽ. 4 വായനകൾ. ഈ 4 വായനകളും സഭയെക്കുറിച്ചുള്ള അറിവാണ് നമുക്ക് നൽകുന്നത്. ഒന്നാമത്തെ വായനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അതിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അവരോട് പറഞ്ഞിരുന്നു, ജലപ്രളയത്തിന്റെ സമയത്ത് ഒരു പെട്ടകം നിർമ്മിക്കാൻ പറഞ്ഞു. പെട്ടകം നിർമ്മിച്ചു. അത് അവസാനം അറാറത്ത് പർവ്വതത്തിന്റെ മുകളിൽ ഉറച്ചു എന്ന് പറയുന്നു. ഇനി ഈ വെള്ളം ഇറങ്ങിയോ, ഇനി എങ്ങനെ പെട്ടകത്തിന് പുറത്തേക്ക് ഇറങ്ങാറായോ എന്നറിയാൻ വേണ്ടി നോഹ ആദ്യം ചെയ്തത് എന്താണ്? ആദ്യം ഒരു മലങ്കാക്കയെ വിട്ടു, അതിങ്ങനെ ചുറ്റിക്കറങ്ങി അവിടെ നടന്നു. പിന്നീട് ഒരു പ്രാവിനെ വിട്ടു, അത് നിലത്ത് കാലുകുത്താൻ പറ്റാതെ വന്നപ്പോൾ തിരിച്ചു വന്നു. വീണ്ടും ഒരു പ്രാവിനെ വിട്ടു, അത് എന്ത് ചെയ്തു? ഒരു ഒലിവിലയെ കൊണ്ട് അതിന്റെ ചെല്ലയെ കൊണ്ട് കൊത്തി വന്നു, തിരിച്ചു വന്നു. മനസ്സിലായി എന്ത്? വെള്ളമൊക്കെ ഇറങ്ങി എല്ലാം ഭംഗിയായി എന്നുള്ള കാര്യം മനസ്സിലായി. അതൊരു നവീകരണത്തിന്റെയും പുതുജീവന്റെയും അടയാളമായിട്ട് കാണുകയാണ്. കാരണം എല്ലാം അവസാനിച്ചിടത്ത് നിന്ന് വീണ്ടും സമൃദ്ധിയുടെ ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. അതാണ് ഈ പ്രാവ് ഒലിവിലയും കൊണ്ട് തിരികെ വരികയാണ്. സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും പുതു ജീവിതത്തിന്റെയും ഒരു അടയാളമായി അതിനെ തിരുസഭ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒലിവേന്തിയ പ്രാവ് ഒരു വ്യക്തിയാണ്, തിരുസഭയിലെ ഒരു വ്യക്തിയാണ് പ്രതിദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്നത് ഒരു വ്യക്തിയാണ്. സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആരായിരിക്കും? സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് മാർപ്പാപ്പയൊന്നല്ല, വിശുദ്ധരായിട്ടുള്ള ഒരാളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആള്. വിശുദ്ധരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാതാവ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഒരു സിംബലാണ്, പ്രതിദാനം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? ഈ ഒലിവേന്തിയ പ്രാവ് എന്ന് പറയുന്നത്. ഇപ്പൊ സഭയുടെ സംരക്ഷകയായി പരിശുദ്ധ അമ്മ എപ്പോഴും ഈ സഭാവഞ്ചിയുടെ അമരത്ത് പരിശുദ്ധ അമ്മ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് ചോദിക്കാൻ നമ്മൾ മടിക്കരുത്. ഇനി 2ാമത്തെ വായനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു കാര്യം വ്യക്തമാകണമെങ്കിൽ സർവാധിപനം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയ്ക്ക് മുൻപ് അച്ഛൻ ചൊല്ലുന്ന ഒരു തുടക്കത്തിൽ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? എല്ലാ സഹായം നന്ദി പറയും. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭ. എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സഭയിലെ അംഗങ്ങളാണ് നമ്മളും സഭയാണ്. അപ്പൊ എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളതാണ്. ഈ ഉത്തമഗീതം നമ്മൾ വായിച്ചു കേട്ടതിൽ അവിടെ പറയുന്നത് എന്താണ്? പല ഭംഗിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിലെ അംഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവൻ കാണാൻ പോയതിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം അവിടെ പറയുന്നത്, അങ്ങനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ലില്ലി പുഷ്പത്തെ കുറിച്ച് പറയുന്നുണ്ട്, കുഞ്ഞാടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ ലില്ലി പുഷ്പം പ്രതിദാനം ചെയ്യുന്നത് വിശുദ്ധിയാണ്. നന്മയും വിശുദ്ധിയും അതിനെ സൂചിപ്പിക്കാനാണ് ലില്ലി പുഷ്പം. പലപ്പോഴും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ കയ്യിലും ലില്ലി ഉണ്ടാവും, ചിലപ്പോൾ വിശുദ്ധ അന്തോണീസിന്റെ കയ്യിലും ഒരു ലില്ലി പുഷ്പം ഉണ്ടാവും. ഇവര് ലില്ലി പുഷ്പം കൊണ്ട് നടന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ വിശുദ്ധിയെയാണ് അത് കാണിക്കുന്നത്. ഇപ്പൊ സഭയിലെ മക്കളും അതുപോലെ വിശുദ്ധരായി ജീവിക്കണം. അങ്ങനെ വിശുദ്ധിയിലും നന്മയിലും ജീവിക്കുന്ന സഭാമക്കളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നന്മകളും ഉണ്ടാകും എന്ന് സഭ ഇന്ന് നമ്മളെ കർത്താവ് നമ്മളെ സൂചിപ്പിക്കും. ഇനി 3ാമത്തെ വായനയിലേക്ക് വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്.
അതിലെ ഗോത്രങ്ങളെ കുറിച്ചും അപ്പസ്തോലന്മാരെ കുറിച്ചും പറയുന്നുണ്ട് ഇല്ലേ? 12 കവാടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, മതിലിനെ കുറിച്ചും അതിന്റെ 3 വിധമുള്ള കവാടങ്ങളെ കുറിച്ച് ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ മുകളില് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ പേരുകൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനം 12 അടിസ്ഥാനം ഉണ്ടായിരുന്നു. അത് 12 അപ്പസ്തോലന്മാരുടെ പേരുകളാണ് അതിൽ കൊടുത്തിരുന്നത്. അപ്പൊ സഭ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിലൂടെ പണിയപ്പെട്ടതാണ് തിരുസഭ. കർത്താവ് ആണ് അതിന്റെ സംരംഭകൻ. പക്ഷേ അതിൽ പണിയാനായിട്ട് അതിൽ കൂടെ നിന്നത് ആരാണ്? അപ്പസ്തോലന്മാരാണ്. കർത്താവിന്റെ സുവിശേഷവുമായി ലോകം മുഴുവനും പോയത്. ഇനി 4-ാമത്തെ വായിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരുന്ന കർത്താവിനെ കുറിച്ച്, ഈ വഞ്ചിയിൽ ഇവര് പോകുമ്പോൾ കടൽ ക്ഷോഭിക്കുകയും അപകടത്തിൽ വിടുമോ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തപ്പോൾ കർത്താവ് അവരുടെ അടുക്കിലെത്തുകയും പിന്നീട് അവർ നോക്കുമ്പോൾ അവർ എത്തേണ്ട സ്ഥലത്ത് അവർ എത്തിച്ചേർന്നിരിക്കുകയും ചെയ്യും. ഇപ്പൊ കടൽ, നിങ്ങളിപ്പോൾ ഈ പത്രങ്ങളിലും ടിവിയിലൂടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും, പല സ്ഥലങ്ങളിലും ബോട്ട് മറിഞ്ഞു, വള്ളം മറിഞ്ഞു, ആളുകളെ കാണാതായി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത. ഇപ്പൊ കടൽ ക്ഷോഭിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം അപകടം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അവിടെയാണ് ഈ കർത്താവ് അപ്പസ്തോലന് അടുത്തേക്ക് വെള്ളത്തിന് മുകളിലൂടെ നടന്ന് എത്തുന്നത്. പിറ്റേ ദിവസം അവിടെ എത്തിയ ആളുകളാണ് അറിയുന്നത് അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കയറിയാണ് അപ്പസ്തോലന്മാര് പോയത്. കർത്താവ് വള്ളത്തിലല്ല പോയത്, വെള്ളത്തിലൂടെ മുകളിലൂടെ നടന്നു വന്ന് അവരുടെ അടുത്തെത്തി അവരെ കരക്കെത്തിച്ചു എന്നുള്ളൊരു കാര്യം. അപ്പൊ നമ്മൾ സഭയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, സഭാനൗകയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ സഭയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അപകടങ്ങളും ഭീഷണികളും ഉണ്ടാകാം. ഒരു തീവ്രവാദിയുടെ കയ്യിൽ നിന്നുള്ള ഭീഷണിയല്ല, പിന്നെന്തിന്റെയാണ്? നമ്മൾ ഉത്തമഗീതത്തിൽ കേട്ടതുപോലെ ലില്ലി പുഷ്പത്തിന്റെ വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് എതിരായി വരുന്ന പ്രലോഭനങ്ങളെ കുറിച്ച് നമ്മൾ ഭയപ്പെടുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ നമ്മളെ സംരക്ഷിക്കാനുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യമാണ് തിരുസഭ ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ 1-ാമത്തെ വായിൽ കണ്ടതുപോലെ തന്നെ പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യവും തിരുസഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ 4 വായനകളും ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കർത്താവിൻ്റെ സംരക്ഷണയിലാണ് സഭ മുന്നോട്ട് പോകുന്നത്. നമ്മളും എപ്പോഴും ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോഴും നമ്മൾ ആദ്യം ഓടിയെത്തേണ്ടത് കർത്താവിൻ്റെ അടുക്കിലേക്കാണ്. നമ്മൾ കൂദാശകൾ സ്വീകരിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് പ്രസാദപരാവസ്ഥയിലായിരിക്കുവാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് ഞാൻ വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിൽ എവിടെയെങ്കിലും പാളിപ്പോയിട്ടുണ്ടോ, തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ കുമ്പസാരിച്ച് വരപ്രസാദ അവസ്ഥയിലായിരിക്കുകയും കർത്താവിൻ്റെ സംരക്ഷണയിലായിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇതാണ് ഇന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഭയമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുക, കർത്താവിന് സാക്ഷ്യം നൽകുക, മാതൃകാപരമായ ജീവിതം ഉണ്ടാവുക. ഇപ്പൊ നമ്മുടെ തന്നെ ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, ഒരു കൂട്ടുകാരൻ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ധീരതയും ഒപ്പം നമ്മുടെ വിശുദ്ധിയുടെ പര്യായമായിട്ടുള്ള ആത്മാവിന്റെ പ്രചോദനം അവിടെ ആ സംഭാഷണത്തിൽ ഉണ്ടാകണം. അപ്പൊ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്താത്ത എല്ലാ തരത്തിലുള്ള സംഭാഷണങ്ങളും പെരുമാറ്റങ്ങളും അത് നമുക്ക് കർത്താവിന് എതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ആത്മാവിനെ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. കൂടെ പറയാറുണ്ട്, തെറി പറയരുത്, നുണ പറയരുത്, കോപ്പിയടിക്കരുത്. നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളാണ് ഈ നുണ പറയലും, തെറി പറയലും, വഴക്കുണ്ടാക്കലും, അതുപോലെ തന്നെ കോപ്പിയടിക്കലും. നമ്മൾ കള്ളസാക്ഷ്യം പറയരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നുണ പറയാനും കോപ്പിയടിക്കാനും പോയി കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൽപ്പന നമ്മൾ ലംഘിക്കുകയാണ്, തെറ്റിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാവില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണയിലായിരിക്കാൻ നമ്മളെപ്പോഴും പരിശ്രമിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ കർത്താവ് അപ്പസ്തോലന്മാരെ കർത്താവ് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞില്ലേ, അവൻ നമ്മളോട് സംസാരിച്ചിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന്. നമ്മളോട് നമ്മുടെ ഒരു സുഹൃത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം നമ്മളിലുണ്ടോ?
നമ്മുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത് അവരോടുള്ള അമർഷമോ വിദ്വേഷമോ വൈരാഗ്യമോ വെറുപ്പല്ല പുറത്തേക്ക് വരേണ്ടത്. പിന്നെന്താണ്? ഈ പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഉണ്ടാകണം, പരസ്പരം അറിയാനായി സാധിക്കണം. അങ്ങനെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കണം. അത് അങ്ങനെ കർത്താവിൻ്റെ സംരക്ഷണയിലായിരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പ് പിതാവും വിശുദ്ധ യൂദാശ്ലീഹായും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.